ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഫിലിപ്പിയ ലേഖനം 4 അധ്യായം 4 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ പ്രകാരം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ലഭിക്കുവാനായുള്ള മൂന്നാമത്തെ വഴി വിശ്വാസവും കൃതജ്ഞതയും നിറഞ്ഞു പ്രാർത്ഥിക്കുക. വിശ്വാസവും കൃതജ്ഞതയും നിറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം അർപ്പിക്കുന്നതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിലൊന്നാമത്തേത് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന കൃപകളെക്കുറിച്ചുള്ള അയവിറക്കലാണ്. രണ്ടാമത്തേത് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധ്യം. മൂന്നാമത്തേത് നമുക്കെല്ലാം ഭാവിയിൽ നന്മയ്ക്കായി ചേർന്ന് വരുമെന്ന പരിജ്ഞാനം. റോമർ 8:28. അതായത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്തോത്രാർപ്പണം നമ്മുടെ നന്ദി പ്രകടനം മാത്രമല്ല, നമ്മുടെ വിധേയത്വം കൂടി ഇതിൽ വെളിവാകുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയമാക്കി സമർപ്പിക്കുമ്പോൾ ആകുല ചിന്ത ഒഴിവാക്കുവാൻ കഴിയുന്നു. നമ്മുടെ ആഗ്രഹങ്ങളിൽ പലതും സാധിച്ചു തന്നതും മറ്റു പലതും സാധിക്കാതെ ഇരുന്നതും ദൈവേഷ്ടമാണെന്നതിനാൽ രണ്ടിനും വേണ്ടി ഒരുപോലെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയും. ഈ മാനസിക നിലപാട് ദൈവകരുതലിലുള്ള ആഴമായ വിധേയപ്പെടലിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ്. അത് മനുഷ്യ ബുദ്ധി കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു പ്രശാന്തതയല്ല. പ്രത്യുത ദൈവകൃപയുടെ ശക്തമായ സ്വാധീനം അനുഭവിച്ചറിയുന്നതിൽ കൂടി സ്വായത്തമാകുന്ന ഒരു ഹൃദയാവസ്ഥയാണ്. ആയതിനാൽ ഇതിനെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമെന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിക്കുന്നു. എൻ്റെ യാചനകളിൽ എനിക്ക് പ്രയോജനകരമായ പലതും സാധിച്ചു തന്നതിനും എനിക്ക് ദോഷകരമായവ നൽകിത്തരാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്ന ഹൃദയ പ്രശാന്തതയാണിത്. ദൈവത്തിൻ്റെ ഉണ്മയിൽ അടങ്ങിയിരിക്കുന്ന സമാധാനമാണ് മനുഷ്യന് നൽകുന്നത്. ദൈവം സൃഷ്ടിച്ച ലോകവും മനുഷ്യനും ദൈവ പദ്ധതിയിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും അവയുടെ അഥവാ ലോകത്തിൻ്റെ അവരുടെ അതായത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തി വ്യതിചലിച്ചു. ക്രമീകൃതമായ ദൈവ സൃഷ്ടിയായ നമുക്കാവശ്യമായതെല്ലാം അവിടുന്ന് തൻ്റെ കരുണയാൽ നിറച്ച ഈ ലോകത്തെ മനുഷ്യൻ അവൻ്റെ പാപം മൂലം പാഴും ശൂന്യവുമാക്കി. മനുഷ്യൻ മൂലം ഭൂമി ശപിക്കപ്പെട്ടു. പാപവും വൈകല്യങ്ങളിൽ ലോകസൃഷ്ടിയെ താറുമാറാക്കി. പക്ഷേ ഇതിൽ ദൈവത്തിൻ്റെ പ്രശാന്തതയ്ക്കൊരു കുലുക്കവും സംഭവിച്ചില്ല. സൃഷ്ടിയെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് അവൻ്റെ വൈകല്യങ്ങൾ മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയുമാക്കി രൂപാന്തരീകരണ പ്രക്രിയയിൽ കൊണ്ടുവന്നു. അതാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം. ഈ ദൈവിക പ്രശാന്തത മനുഷ്യന് ദൈവത്തോടുള്ള അവൻ്റെ സംസർഗം മുഖാന്തരം ദാനമായി ലഭിക്കുന്നതാണ്. ഇത് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും നേടിയെടുക്കാവുന്ന കണക്ക് കൂട്ടലുകളുടെ പരിണിത ഫലമല്ല. ദൈവിക സംസർഗത്തിലെ സാന്നിധ്യബോധത്തിൽ കൂടി നമ്മിലേക്ക് ദൈവം അനർഗളമായി പകർന്നു തരുന്ന ഒരു വരമാണ്. ഈ പ്രശാന്തത പരിശുദ്ധിയുടെ മാനദണ്ഡമാണ്. ദൈവത്തിൻ്റെ പൈതൃകമായ കരുതലിൽ വിശ്വസിക്കുന്നവർക്ക് ആകുല ചിന്തകൾ അഥവാ ആങ്സൈറ്റി കൂടാതെ ജീവിക്കുവാൻ കഴിയും എന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 25 മുതൽ 34 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്നേഹവാനായ ക്രിസ്തുവിൻ്റെ ഈ പഠിപ്പിക്കൽ, അതായത് ദൈവരാജ്യത്തിലെ ജീവിതക്രമം, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 4 അധ്യായം 4 മുതൽ 9 വരെയുള്ള ഭാഗത്ത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്നതിലൂടെ അടിവരയിട്ട് കാണിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും
എന്തൊടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുതെന്നും. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതായത് അവിടുത്തെ രാജ്യമായ ദൈവരാജ്യത്തിൽ അവൻ്റെ ഭരണത്തിന് കീഴിൽ കർത്താവിനെ അനുസരിച്ച് അവനുമായി പുതിയ നിയമത്തിൻ്റെ വിശുദ്ധിയുടെ ഉടമ്പടിയിൽ ജീവിക്കുന്നവരായ പുതിയ നിയമജനം ലേവ്യരുടെ ഗണമാണ്. അവരുടെ അവകാശം ക്രിസ്തുവാണ്. ദൈവജനത്തിന് ആവശ്യമായതെല്ലാം ക്രിസ്തു തരും. അവിടുന്ന് നമ്മുടെ കൈ പിടിച്ച് നടത്തുവാൻ ശ്രമിക്കുമ്പോൾ നാം ശിശുക്കളെ പോലെ നമ്മുടെ കരം അവങ്കലേൽപ്പിക്കുക. നാം ഒരിക്കലും വീണുപോകുവാൻ അവിടുന്ന് സമ്മതിക്കില്ല. എന്നാൽ ജാതികളിൽ അവനിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ വസിക്കുന്നവരല്ലാത്തതുകൊണ്ട് അവർക്ക് ക്രിസ്തു എന്ന അവകാശമോ പരിശുദ്ധാത്മാവിൻ്റെ സഹായമോ ദൈവകൃപയോ ഇല്ല. അതുകൊണ്ടാണ് ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനികളായ നമുക്ക് നാം ആരാണെന്നും നമ്മുടെ അവകാശം എന്താണെന്ന ബോധ്യമോ ദൈവരാജ്യത്തിലെ ജീവിതമോ ഇല്ലാത്തതുകൊണ്ട് നാം ജാതികളെ പോലെ ഇഹലോക ജീവിതത്തിന് ആവശ്യമായതെല്ലാം കണ്ടെത്താൻ വിചാരപ്പെട്ട് ഭാരപ്പെട്ട് ഞരങ്ങുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അടങ്ങിയ അപേക്ഷകളും പ്രാർത്ഥനകളും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവശക്തിക്ക് കഴിയാത്തതായി ഒരു വലിയ കാര്യവുമില്ലാത്തതുപോലെ ദൈവക്കരുതൽ ആവശ്യമില്ലാത്ത ഒരു ചെറിയ കാര്യവും ക്രിസ്ത്യാനിക്കില്ല. വിശ്വാസിയുടെ ആത്മാവിലെ ദാരിദ്ര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തിനും ഏതിനും കർത്താവിൽ ആശ്രയിക്കുക, ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക, നാം തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയിത്തീരുക. യോഹന്നാൻ സ്നാപകൻ നിർത്തിയിടത്തു നിന്നും യേശു സുവിശേഷ വേല ആരംഭിച്ചു. നമ്മിലെ ജാതികളുടെ സ്വഭാവം അവസാനിക്കുന്നിടത്ത് വെച്ച് നാം ലേവ്യഗണത്തിലേക്ക് പ്രവേശിക്കുകയും ദൈവാരാധനയും വിശുദ്ധ ജീവിതവും നയിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും. നാം വിശുദ്ധിയിലേക്ക് വളരാനായിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്, അല്ലാതെ നാം വിശുദ്ധരായതുകൊണ്ടല്ല. വചനത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാൻ ഒരുക്കത്തോടെ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.